നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, Thrissur, near bus stand, Tripprayar. വെടിക്കെട്ട് ഒഴിവാക്കി ആചാരാനുഷ്ഠാന പ്രകാരമുള്ള എല്ലാ ചടങ്ങുകളുടെയും തൃശൂർ പൂരം നടക്കും. കുടമാറ്റം 15 മിനിറ്റ് മാത്രം. ഇലഞ്ഞിത്തറമേളവും മഠത്തിൽ വരവും പതിവ് പോലെ. മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ കാണാതായ തൃശൂർ കോട്ടപ്പുറം സ്വദേശി ഗിരീഷിന്റെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. ദുരന്തത്തിൽ മരണം 15ആയി. ഇനി കണ്ടെത്താനുള്ളത് 3 പേര്. കോടാലി കടമ്പോട് പാമ്പ് കടിയേറ്റ് മരിച്ച ആൽജോയിഡ് വീട്ടിലെ കിടപ്പുമുറിയിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തി. ചികിത്സയിലുള്ള സഹോദരൻ അനോഷിന്റെ ആരോഗ്യനിലയിൽ കൂടുതൽ പുരോഗതി. കുട്ടിക്ക് സ്വയം ഭക്ഷണം കഴിക്കാനും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും സാധിക്കുന്നുണ്ടെന്ന് ആശുപത്രി അധികൃതർ. തൃശൂർ ശക്തൻ നഗറിൽ പൊളിച്ചു നീക്കിയ മീഡിയനുകൾ പുനഃസ്ഥാപിച്ച് LDF കൗൺസിലർമാർ. സ്വകാര്യ ബസ്സുടമകളിൽ നിന്ന് പണം വാങ്ങിയാണ് മീഡിയനുകൾ പൊളിച്ചു നീക്കാൻ മേയർ നടപടിയെടുത്തതെന്ന് പ്രതിപക്ഷം. താൽക്കാലിക നടപടി മാത്രമെന്ന് കോർപ്പറേഷൻ അധികൃതർ. നടി ആക്രമിക്കപ്പെട്ട കേസിലെ ജഡ്ജി ഹണി M. വർഗീസിനെതിരെ അതിജീവിത. ഹണി M. വർഗീസിന് ഹൈക്കോടതി ജഡ്ജിയായി സ്ഥാനക്കയറ്റം നൽകരുതെന്ന് ആവശ്യം. രാഷ്ട്രപതിക്കും സുപ്രീം കോടതി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർക്കും കത്തയച്ചു. തൃശൂർ ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജില്ലയിൽ 40 ഡിഗ്രിക്ക് മുകളിൽ താപനില ഉയരുമെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. വെടിക്കെട്ട് ഒഴിവാക്കി ആചാരാനുഷ്ഠാന പ്രകാരമുള്ള എല്ലാ ചടങ്ങുകളോടെയും തൃശൂർ പൂരം നടക്കും. സമയം കുറച്ച് കുടമാറ്റം പ്രതീകാത്മകമായി നടത്താനും തീരുമാനം. അയ്യന്തോൾ കളക്ട്രേറ്റിൽ നടന്ന സർക്കാർതല യോഗത്തിലാണ് തൃശൂർ പൂരം നടത്തിപ്പ് സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടായത്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സാമ്പിൾ ഉൾപ്പെടെയുള്ള വെടിക്കെട്ടുകൾ പൂർണ്ണമായും ഒഴിവാക്കി. കുടമാറ്റത്തിന്റെ പതിവ് സമയം കുറച്ച് പ്രതീകാത്മകമായി നടത്തും. ആചാരപരമായി നടക്കേണ്ട എല്ലാ കാര്യങ്ങളും നടക്കും. വെടിക്കെട്ട് ഒഴിവാക്കും. കുടമാറ്റം പ്രതീകാത്മകമായിട്ട് നടക്കും. കുറച്ച് സെറ്റ് മാത്രം. ഇപ്പം നമ്മൾ 15 സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചിലപ്പോൾ കുറച്ചുകൂടി കുറയ്ക്കും. പാറമേക്കാവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്, ആചാരം ഇലഞ്ഞിത്തറ മേളം തന്നെയാണ്. അതിന് യാതൊരു തർക്കവുമില്ല. അതിഗംഭീരമായിട്ട് നടക്കും. ഇലഞ്ഞിത്തറ മേളം, മഠത്തിൽ വരവ്, തെക്കോട്ടിറക്കം, രാത്രി എഴുന്നള്ളത്ത്, ഉപചാരം ചൊല്ലൽ ഉൾപ്പെടെയുള്ള എല്ലാ പൂരച്ചടങ്ങുകളും ആചാരപ്രകാരമുണ്ടാകും. ആഘോഷങ്ങൾ കുറച്ച് ആചാരങ്ങളെല്ലാം ഭംഗിയായി നടത്തുക, അത് ചിട്ടയോടും അതിൻ്റേതായ പ്രൗഢിയോടും കൂടി നടത്തുക എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് എല്ലാ ആചാരങ്ങളും കൃത്യമായി ചെയ്യാൻ സാധിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനുള്ള അനുമതികളും എല്ലാം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ആചാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. വെടിക്കെട്ടുകളുടെ സമയത്ത് ആചാരപ്രകാരം കതിന പൊട്ടിക്കുമെന്നും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ അറിയിച്ചു. ഒരു കതിന മാത്രം, ഒരു സിംബോളിക് ആയിട്ട് ഒരു കതിന മാത്രം വെച്ച്, അല്ലെങ്കിൽ ഒരു കൊടിമേനില്ല, ഏതെങ്കിലും ഒന്ന്. അതെന്താ വെച്ചാൽ ഒരു ആചാരമായിട്ടാണ് നടക്കണേ. അപ്പോൾ അത് തീരെ ഒഴിവാക്കാൻ മുഴുവൻ പറ്റില്ല. പക്ഷേ ഒരു കതിനോ ഒരു കൊടിമേനിലോ മാത്രം കിട്ടും. വെടിക്കെട്ടിന് പകരം വെടിക്കെട്ട് നമുക്കില്ല, കതിന പൊട്ടിച്ച് 1, 2, 3 കതിനകൾ കത്തിക്കും. അതാത് സമയത്ത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഉപചാരം ചൊല്ലി അപ്പോഴും ആ ഉപചാരം ചൊല്ലിക്കഴിഞ്ഞാലുള്ള വെടിക്കെട്ടിന് പകരം ഒരു കതിന പൊട്ടിച്ച് ഞങ്ങൾ ആ ചടങ്ങ് പൂർത്തീകരിക്കും. പാറമേക്കാവ് വിഭാഗം ചമയ പ്രദർശനം വെള്ളിയാഴ്ച ക്ഷേത്രം അഗ്രശാലയിലും തിരുവമ്പാടിയുടേത് ശനിയാഴ്ച കൗസ്തുഭം ഓഡിറ്റോറിയത്തിലും നടക്കുമെന്ന് ദേവസ്വങ്ങൾ വ്യക്തമാക്കി. അതേസമയം മുൻകൂട്ടി പാറമേക്കാവ് വിഭാഗത്തിനായി തയ്യാറാക്കിയിട്ടുള്ള വെടിക്കോപ്പുകൾ നിർവീര്യമാക്കാൻ അനുമതി തേടും. ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ K. രാജൻ, Dr. R. ബിന്ദു, MLA മാരായ P. ബാലചന്ദ്രൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, കളക്ടർ ശിഖ സുരേന്ദ്രൻ, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ, വിവിധ ദേവസ്വം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പൂരം യഥാവിധി നടത്തും. അതേസമയം വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കി കുടമാറ്റത്തിന്റെ സമയവും ചുരുക്കിയിരിക്കുകയാണ്. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ICUവിൽ ചികിത്സയിൽ കഴിയുന്ന 4 പേരിൽ ഒരാളുടെ നില മെച്ചപ്പെട്ടു. കാണാതായ തൃശൂർ കോട്ടപ്പുറം സ്വദേശി ഗിരീഷിന്റെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇതോടെ മരണം 15ആയി. ദുരന്തത്തിൽപ്പെട്ട 3 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള വിഷ്ണുവിന്റെ ആരോഗ്യനിലയിലാണ് പുരോഗതിയുള്ളത്. 2 പേരെ ഡയാലിസിസിന് വിധേയമാക്കി. ബേൺസ് ICUവിൽ ചികിത്സയിൽ കഴിയുന്ന തിരുവമ്പാടിയുടെ വെടിക്കെട്ട് കരാറുകാരൻ മുണ്ടത്തിക്കോട് സതീഷിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. സതീഷിനെ ഡയാലിസിസിന് വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ദുരന്തഭൂമിയിൽ പോലീസും എക്സ്പ്ലോസീവ് വിഭാഗവും ഡോഗ് സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി.
ACP-മാരായ തോംസൺ, നിസാർ എന്നിവരുടെ നേതൃത്വത്തിൽ 200ഓളം പോലീസുകാരാണ് ദുരന്തം നടന്ന സ്ഥലത്ത് പരിശോധന നടത്തിയത്. തിരിച്ചറിഞ്ഞ 8 പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 39 ശരീരഭാഗങ്ങൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. DNA പരിശോധനാ ഫലം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ ശരീരഭാഗങ്ങൾ ആരുടേതാണെന്ന് തിരിച്ചറിയുകയുള്ളൂ. പാലക്കാട് സ്വദേശികളായ പ്രവീൺ, വാസുദേവൻ, പഴയന്നൂർ സ്വദേശി സുദർശനൻ, കുണ്ടന്നൂർ സ്വദേശി സുവിൻ, മലപ്പുറം സ്വദേശികളായ മണികണ്ഠൻ, സുബ്രഹ്മണ്യൻ, തൃശൂർ കോട്ടപ്പുറം സ്വദേശി മണികണ്ഠൻ എന്നിവരാണ് മരിച്ചത്. നിലവിൽ 11 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. TCV തൃശൂർ. മുണ്ടത്തിക്കോട് ദുരന്തവുമായി ബന്ധപ്പെട്ട വൈകാരിക കുറിപ്പുമായി ഫോറൻസിക് സർജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മുണ്ടത്തിക്കോട് സ്ഫോടനത്തിൽ നിന്നും ലഭിച്ച മനുഷ്യ ശരീരഭാഗങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ലഭിക്കുന്ന മൃതദേഹങ്ങൾക്ക് സമാനമായ രീതിയിലെന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയാണ് ലഭിച്ചത് എന്നും ഇനിയെങ്കിലും സുരക്ഷാ ക്രമീകരണങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യരുതെന്നും അദ്ദേഹം പറഞ്ഞു. 28 ശരീരഭാഗങ്ങൾ DNA പരിശോധനയ്ക്ക് അയച്ചു. മറ്റ് 30 ശരീരഭാഗങ്ങൾ DNA കണ്ടെത്താൻ കഴിയാത്ത നിലയിലാണെന്നും ഡോക്ടർ ഹിതേഷ് ശങ്കർ വ്യക്തമാക്കി. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിനിരയായ തൃശൂർ കോട്ടപ്പുറം സ്വദേശി ഗിരീഷിന്റെ അമ്മ ഗൗരി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ഏതാനും നാളുകളായി ചികിത്സയിലായിരുന്നു. ചികിത്സയിൽ കഴിയുന്നതിനിടെ ബോധം തെളിയുമ്പോഴെല്ലാം മകനെ അന്വേഷിച്ചിരുന്നു. തിരുവമ്പാടി ദേവസ്വവുമായും ഫെസ്റ്റിവൽ കമ്മിറ്റിയുമായും ചേർന്ന് സജീവമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഗിരീഷ്. മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടുവെങ്കിലും ബെന്നൂർ സ്വദേശികളായ വേലായുധനും സുമേഷിനും ഇപ്പോഴും ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല. ഇനി കരിമരുന്ന് പണിക്കില്ലെന്ന് ഇരുവരും പറയുന്നു. ദുരന്തത്തിനിരയായ സുദർശനൻ ഇവരുടെ നാട്ടുകാരനും സഹപ്രവർത്തകനുമായിരുന്നു. സുദർശനൻ ഉൾപ്പെടെ 4 പേരാണ് വെന്നൂരിൽ നിന്ന് വെടിക്കോപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾക്കായി മുണ്ടത്തിക്കോട് സതീഷിന്റെ പണിശാലയിൽ ഉണ്ടായിരുന്നത്. വെന്നൂർ സ്വദേശിയായ വേലായുധൻ 40 വർഷത്തിലധികമായി വെടിക്കെട്ട് ജോലി ചെയ്യുന്നയാളാണ്. 60കാരനായ വേലായുധൻ മുൻപ് വെടിക്കെട്ട് ദുരന്തങ്ങളിൽ നിന്നും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. 2006-ൽ തൃശൂർ പൂരത്തിന് പാറമേക്കാവ് വിഭാഗത്തിന്റെ വെടിക്കോപ്പ് നിർമ്മാണശാലയിൽ നടന്ന പൊട്ടിത്തെറിയിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. അന്ന് വെന്നൂർ ഗ്രാമത്തിലെ 6 പേരാണ് അപകടത്തിൽ മരിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് തരൂരിലുണ്ടായ അപകടത്തിൽ വലതുകൈക്ക് സാരമായി പൊള്ളലേറ്റ സംഭവം വേലായുധൻ ഓർത്തെടുത്തു. അന്ന് കൂടെയുണ്ടായിരുന്നയാളുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. സാധനം എൻ്റെ മുമ്പത്ത് നിന്ന് പൊട്ടിയപ്പോൾ ഞാൻ രക്ഷയ്ക്ക് നമ്മൾ ഞാൻ ഓടിപ്പോയതാ. പിന്നെ അവിടെ എന്താ നടന്നതെന്ന് പിന്നെ നോക്കില്ല. കണക്ക് പറയുകയാണെങ്കിൽ ഒരു 3-4 കാര്യത്തിൽ രക്ഷപ്പെട്ടുള്ള ആളാണ്. എൻ്റെ കയ്യൊക്കെ നോക്കാം പൊള്ളിട്ടതൊക്കെ. ഇനി ഒരു പരീക്ഷണത്തിലില്ല. നമുക്ക് വയസ്സുമായി, പ്രായമായി. ഈ പണിയെക്കുറിച്ചിട്ട് ചിന്തിക്കണമില്ല, ഇത് പോകണമില്ല. ദുരന്തമുഖങ്ങളിൽ നിന്ന് ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടു പോന്നത്. ഇനി ഒരിക്കലും കരിമരുന്ന് പണിക്കില്ലെന്ന് വേലായുധൻ ഉറപ്പിച്ചു പറയുന്നു. വെന്നൂർ സ്വദേശിയായ കുമാരൻ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. TCV ന്യൂസ്, ചേലക്കര. മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയിലുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 1 ലക്ഷം വീതം സഹായം പ്രഖ്യാപിച്ച് സുരേഷ് ഗോപി MP. മകൾ ലക്ഷ്മിയുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച ട്രസ്റ്റ് മുഖേനയാണ് ധനസഹായം നൽകുക. നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് പകരമാകില്ല ഈ സഹായമെങ്കിലും തകർന്നുപോയ ജീവിതങ്ങൾക്ക് ആശ്വാസമേകാൻ ഈ എളിയ കരുതൽ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായി സുരേഷ് ഗോപി ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സന്ദർശിച്ചു. ദുരന്തഭൂമിയിലും സന്ദർശനം നടത്തി. BJP ജില്ലാ നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. ഇടവേള. The wind hums a song deep and wise, a tale of love beneath endless skies. We close our eyes, the world complies. Yalelu, Yalelu, carry me through. In your arms, I'm born. French Dairy Pistachio Kunafa Bar. The Taste Factory.
ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ സന്ദേശം. ഭക്ഷ്യ ഉത്പാദനം, സംഭരണം, വിതരണം, വിൽപ്പന തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാ ഭക്ഷ്യ വ്യാപാര സ്ഥാപനങ്ങളും നിർബന്ധമായും FSSAI രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് കരസ്ഥമാക്കണം. പൊതുജനങ്ങൾ ഉത്സവങ്ങൾ, മേളകൾ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കൃത്രിമ നിറങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ചോക്കുമിഠായി, പഞ്ഞിമിഠായി, ലോലിപോപ്പ് എന്നിവ ഒഴിവാക്കുക. എണ്ണയിൽ തയ്യാറാക്കിയ പലഹാരങ്ങൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു വാങ്ങുന്നത് ഒഴിവാക്കുക. സുരക്ഷിതമായി ആഘോഷിക്കൂ. സുരക്ഷിതമായ ഭക്ഷണം തിരഞ്ഞെടുക്കൂ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, തൃശൂർ. ഹായ്, ഫിലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ഫിലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്താലും ഡീറ്റ് ആൻഡ് പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റ് ആൻഡ് പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ഫിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകൂ ഫിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ Gold and Diamondsൽ നിന്നും. SJ Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ Gold and Diamondsൽ നിന്നും. SJ Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക് വീണ്ടും. കോടാലി കടമ്പോട് കുട്ടികൾക്ക് പാമ്പ് കടിയേറ്റ വീട്ടിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം പാമ്പിനെ കണ്ട കിടപ്പുമുറിയിലാണ് വീണ്ടും ശംഖുവരയനെ കണ്ടത്. തുടർച്ചയായ 4ാമത്തെ ദിവസമാണ് വീട്ടിൽ പാമ്പിനെ കണ്ടെത്തുന്നത്. പാമ്പുകടിയേറ്റ് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കോടാലി കടമ്പോട് സ്വദേശി അനോഷിനെ വെള്ളിയാഴ്ച മുറിയിലേക്ക് മാറ്റാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. അനോഷിന്റെ ആരോഗ്യനിലയിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നു. അനോഷിന് ഇപ്പോൾ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാനും സ്വയം ഭക്ഷണം കഴിക്കാനും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും സാധിക്കുന്നുണ്ടെന്ന്. പാമ്പുകടിയേറ്റതിനെ തുടർന്ന് ഞായറാഴ്ച രാവിലെയാണ് 10 വയസ്സുകാരനായ അനോഷിനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തൃശൂർ ശക്തൻ നഗറിൽ ആകാശപാതയുടെ ഭാഗമായി നിർമ്മിച്ച മീഡിയനുകൾ കോർപ്പറേഷൻ അധികൃതർ പൊളിച്ചു നീക്കിയത് LDF കൗൺസിലർമാർ പുനഃസ്ഥാപിച്ചു. ശക്തൻ ബസ് സ്റ്റാൻഡിന് മുൻവശത്തെ 2 ഭാഗങ്ങളിലെ മീഡിയനുകൾ ബുധനാഴ്ച രാത്രി നീക്കം ചെയ്തിരുന്നു. ഡിവൈഡറുകൾ പൊളിച്ചു നീക്കാൻ കൗൺസിൽ തീരുമാനമില്ലെന്നിരിക്കെ സ്വകാര്യ ബസ് ഉടമകളിൽ നിന്ന് പണം വാങ്ങിയാണ് മേയർ പൊളിച്ചു നീക്കാൻ നടപടിയെടുത്തതെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് TR ഹിരൺ ആരോപിച്ചു. യാതൊരുവിധ മുൻ ആലോചനകളുമില്ലാതെ അശാസ്ത്രീയമായ രീതിയിലേക്ക് ഒരു ട്രാഫിക് പരിഷ്കരണം പ്രഖ്യാപിക്കുന്നത്. ബസ്സുകൾ അമിത വേഗതയിൽ വന്നിട്ട് ശക്തൻ സ്റ്റാൻഡിലേക്ക് തിരിയുകയാണ്. ഇവിടെ ഇതിനു മുമ്പ് ഇത്തരത്തിലേക്ക് വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്, മരണങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ അശാസ്ത്രീയമായിട്ടുള്ള ഈ പരിഷ്കരണം പിൻവലിക്കണമെന്ന് ഇന്ന് രാവിലെ LDF കൗൺസിലർമാരടക്കമുള്ള ആളുകൾ മേയറോട് ആവശ്യപ്പെട്ടു. എന്നാൽ മേയറുടെ ധാർഷ്ട്യമാണ് ബസ് ഓണേഴ്സിന്റെ ഭാഗത്തു നിന്നും വാങ്ങിയ പൈസയ്ക്കുള്ള കൂറ് കാണിക്കലാണ് മേയറോടെ ചെയ്തിട്ടുള്ളത്. അവർ വന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ട്രാഫിക് പരിഷ്കരണം ഇവിടെ നടപ്പിലാക്കിയത്. അപ്പോൾ ഇതിനെതിരായിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരിക തന്നെ ചെയ്യും. അതിന്റെ ഭാഗമായിട്ടാണ് മുറിച്ചു മാറ്റിയ ഡിവൈഡറുകൾ കൃത്യമായി പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി LDFന്റെ കൗൺസിലർമാർ ഇവിടെ വരികയും അത് പുനഃസ്ഥാപിക്കുന്ന പ്രവർത്തനം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ളത്.
സുരക്ഷ കണക്കിലെടുത്ത് വടക്കുഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ സ്റ്റാൻഡിലേക്ക് തിരിയുമ്പോഴുള്ള അപകടങ്ങൾ തടയാനായിരുന്നു മുൻ കോർപ്പറേഷൻ ഭരണസമിതി ഇവിടെ മീഡിയനുകൾ സ്ഥാപിച്ചത്. മീഡിയനുകൾ തുറന്നു നൽകണമെന്ന ആവശ്യവുമായി ബസ് ജീവനക്കാർ അന്ന് രംഗത്തെത്തിയിരുന്നു. എന്നാൽ മുൻ ഭരണസമിതി ഡിവൈഡർ പൊളിച്ചു നീക്കില്ലെന്ന ഉറച്ച നിലപാടാണ് സ്വീകരിച്ചത്. ബുധനാഴ്ച രാത്രി 2 ഭാഗത്തായി ഡിവൈഡറുകൾ പൊളിച്ചു നീക്കിയ ഭാഗത്തുകൂടെ വാഹനങ്ങൾ സ്റ്റാൻഡിലേക്ക് തിരിയുന്നത് അപകട ഭീഷണി ഉയർത്താൻ തുടങ്ങിയ സാഹചര്യത്തിലാണ് LDF കൗൺസിലർമാർ നേരിട്ടിറങ്ങി ഡിവൈഡറുകൾ പുനഃസ്ഥാപിച്ചത്. LDF കൗൺസിലർമാരായ TR ഹിരൺ, മുൻ ഡെപ്യൂട്ടി മേയർ ML റോസി, ഷാജു കുണ്ടോളി, ലിംന മനോജ്, P സുകുമാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. TCV തൃശൂർ. തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിലേക്കുള്ള മീഡിയനുകൾ നീക്കിയത് ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ ചെയ്ത താൽക്കാലിക നടപടിയാണെന്ന് കോർപ്പറേഷൻ അധികൃതർ വിശദീകരിച്ചു. രണ്ടാഴ്ചത്തെ ട്രയൽ റൺ അടിസ്ഥാനത്തിലാണ് ഈ ക്രമീകരണം നടപ്പിലാക്കുന്നത്. പരീക്ഷണം വിജയകരമല്ലെങ്കിൽ മീഡിയനുകൾ പുനഃസ്ഥാപിക്കുമെന്നും കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു. ശക്തൻ സ്റ്റാൻഡിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ സ്വകാര്യ ബസ്സുകൾക്ക് തുറന്നു നൽകണമെന്ന് ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. സ്റ്റാൻഡിലേക്കുള്ള പ്രവേശന ഭാഗങ്ങളിലെ ഡിവൈഡറുകൾ കോർപ്പറേഷൻ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി തീരുമാനപ്രകാരമാണ് തുറന്നത്. ഇത് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ അടച്ചത് നിയമവിരുദ്ധമാണെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് MS പ്രേംകുമാർ, ജനറൽ സെക്രട്ടറി KK സേതുമാധവൻ എന്നിവർ പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ ജഡ്ജി ഹണി M വർഗീസിനെതിരെ അതിജീവിത. ജില്ലാ ജഡ്ജിയിൽ നിന്നും ഹൈക്കോടതി ജഡ്ജിയായി ഹണി M വർഗീസിന് സ്ഥാനക്കയറ്റം നൽകരുതെന്ന് നടി ആവശ്യപ്പെട്ടു. കേസിൽ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചതിൽ ജഡ്ജിയും കുറ്റക്കാരിയാണ്. 9 വർഷമായി തനിക്ക് നീതി ലഭിച്ചിട്ടില്ല. താൻ ഇപ്പോഴും നിയമപോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേസിൽ തുടർ നടപടികൾ ഉണ്ടാകണം. ഈ സാഹചര്യത്തിൽ കേസിലെ ജഡ്ജിയായിരുന്ന ഹണി M വർഗീസിന് യാതൊരു കാരണവശാലും സ്ഥാനക്കയറ്റം നൽകരുത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് രാഷ്ട്രപതിക്കും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ആഭ്യന്തരമന്ത്രിക്കും നിയമമന്ത്രിക്കും ഉൾപ്പെടെ അതിജീവിതയായ നടി നിവേദനം നൽകി. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തൃശൂർ, പാലക്കാട്, കൊല്ലം ജില്ലകളിലാണ് നിലവിൽ ഉഷ്ണതരംഗ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിൽ 40 ഡിഗ്രിക്ക് മുകളിൽ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് 2 ദിവസം കൂടി കൊടും ചൂട് തുടരും. വടക്കുംനാഥ ക്ഷേത്രത്തിൽ നെയ്മല ഇടിഞ്ഞ സംഭവം മറച്ചുവെച്ചതിൽ പ്രതിഷേധമറിയിച്ച് വിശ്വാസികൾ. പ്രസിദ്ധമായ വടക്കുംനാഥ ക്ഷേത്രം, തൃശ്ശൂർ പൂരം നടക്കുന്ന വടക്കുംനാഥ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ നെയ്മലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. വടക്കുംനാഥ ക്ഷേത്രം ശ്രീലകത്ത് നെയ്മലയാണ്. ഈ നെയ്മലയ്ക്കുള്ളിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠ. ഈ പ്രതിഷ്ഠ കണ്ടവരാരുമില്ല. തൃശ്ശൂരിനെ സംബന്ധിച്ച്, വിശ്വാസികളെ സംബന്ധിച്ച് ഒരു വിശ്വാസമുണ്ട്. വടക്കുംനാഥ ക്ഷേത്രത്തിലെ ശ്രീലകത്തെ നെയ്മല ഇടിഞ്ഞാൽ എന്തെങ്കിലും അത്യാഹിതം ദേശത്തുണ്ടാകും എന്നുള്ളത്. അങ്ങനെ ഒരു സംഭവം 1 മാസം മുമ്പ് ഈ വടക്കുംനാഥ ക്ഷേത്രത്തിലുണ്ടായി. വടക്കുംനാഥ ക്ഷേത്രം ശ്രീലകത്തെ നെയ്മല ഇടിഞ്ഞു. ഈ വാർത്ത കഴിഞ്ഞ ദിവസം TCV നൽകിയിരുന്നു. ഇതേ തുടർന്ന് വിശ്വാസികളുടെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കാരണം ഇത്തരമൊരു വലിയ സംഭവം ഉണ്ടായിട്ട് ദേവസ്വം ഭാരവാഹികൾ ആരെയും അറിയിച്ചില്ല, ഇതിനുവേണ്ട പ്രതിവിധികൾ ചെയ്തില്ല എന്നുള്ളത്. ഇപ്പോൾ വടക്കുംനാഥ ക്ഷേത്രം ഉപദേശക സമിതി മുൻ സെക്രട്ടറി TR ഹരിഹരൻ ചേരുകയാണ്. എന്താണ് ഇവരിത് മറച്ചു വെക്കാനുള്ള കാര്യം? അല്ല, മറച്ചു വെക്കാൻ പാടില്ല. എന്താ കാര്യം വെച്ചാൽ വടക്കുംനാഥനിൽ നെയ്മല ഇടിഞ്ഞു കഴിഞ്ഞാൽ വടക്കുംനാഥന് ഏറ്റവും വലിയ പ്രധാന അഭിഷേകം നെയ്യാട്ടമാണ് പറയുക. 1 കിലോ 800 ഗ്രാം ഡെയിലി നെയ്യാട്ടം കഴിയും. എന്നുവെച്ചാൽ വടക്കുംനാഥനെ എന്തായാലും തണുപ്പിക്കാൻ വേണ്ടി നെയ്യാട്ടം കഴിയും. അതിനുശേഷം വൈകിട്ട് കരിക്കഭിഷേകം ചെയ്യും. ആ നെയ്മല എവിടെയെങ്കിലും ഒരു തരി ഇടിഞ്ഞാൽ തന്നെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഒരിക്കൽ നെയ്മല ഇടിഞ്ഞപ്പോൾ ഇവിടെ വെടിക്കെട്ടപാടുണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇത് ആരെയും അറിയിക്കാണ്ട് വെച്ചത് ഭയങ്കര കഷ്ടമായി പോയി. എന്താ വെച്ചാൽ ഇത് അറിയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് പ്രായശ്ചിത്തം ചെയ്യാമായിരുന്നു. ദൈവവിശ്വാസികളാണെങ്കിൽ ഇത് നമുക്ക് പ്രായശ്ചിത്തം ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറയുള്ളൂ. ഇത് ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നു, ഇങ്ങനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് കാണിച്ചു തന്നാണ്. നമ്മൾ അറിഞ്ഞാൽ അതിൻ്റെ പ്രതിവിധി നമ്മൾ ചെയ്തേനെ. ഇത് ആരെയും അറിയിക്കാണ്ട് ഒളിച്ചു വെച്ച് ദേവസ്വം അറിഞ്ഞ് നമ്മൾ വയ്ക്കുമ്പോൾ ആരും അറിയില്ല. ഇപ്പോഴാണ് നമ്മളറിയണത്. നമ്മളറിഞ്ഞ് നമ്മൾ തന്നെ അന്ന് പ്രതിവിധി ചെയ്തേനെ. വടക്കുംനാഥ ക്ഷേത്രത്തിൽ നെയ്മല ഇടിഞ്ഞ സംഭവം തങ്ങളെ അറിയിച്ചിരുന്നില്ലെന്ന് വടക്കുംനാഥ ക്ഷേത്രം ഉപദേശക സമിതി. ക്ഷേത്രത്തിലെ പൂജാരിമാർ തന്ത്രിയെ അറിയിച്ചിരുന്നുവെന്നും തന്ത്രി പ്രതിവിധി നിർദ്ദേശിച്ചതായി അറിയാൻ കഴിഞ്ഞതായും സമിതി സെക്രട്ടറി KA മനോജ് കുമാർ TCVയോട് പറഞ്ഞു. നമ്മൾ ഈ നെയ്മല ഇടിഞ്ഞു എന്ന് പറയുന്നത് നമ്മൾ അറിയിച്ചില്ല. അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു സംവിധാനങ്ങളൊക്കെ നമുക്ക് ചെയ്യാമായിരുന്നു. അത് എന്താണ് അതിൻ്റെ പ്രതിവിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ചെയ്യാമായിരുന്നു. എന്നിപ്പോൾ തന്ത്രി അറിഞ്ഞിരുന്നു, തന്ത്രി അതിന് പ്രതിവിധി പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷെ അതൊന്നും ദേവസ്വം ഭാരവാഹികൾ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയുന്നില്ല, നമുക്കത് അറിയില്ല എന്തുകൊണ്ടാണ് അത് പറയാണ്ടിരുന്നത്. അങ്ങനെ പറയേണ്ടതായിരുന്നു എന്നാണ് ഒരു സമിതി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ഒരു അഭിപ്രായം. ഇടവേള.
നിലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. Discover la Vraico there, la crème de la fraîcheur. French Diary Ice Creams, a taste factory. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ Gold and Diamonds നിന്നും. SJ Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക് വീണ്ടും. തൃശൂർ നഗരത്തിലെ ഹോട്ടലുകളിൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം റെയ്ഡ് നടത്തി. 17 ഹോട്ടലുകളിൽ പരിശോധന നടത്തിയ ആരോഗ്യ വിഭാഗം 3 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടി. പിടികൂടിയ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രദർശിപ്പിച്ചു. പൂരത്തോടനുബന്ധിച്ച് ഹോട്ടലുകളിൽ പരിശോധന കർശനമാക്കുമെന്ന് മേയർ അറിയിച്ചു. മാസ്റ്റർ പ്ലാനും ബ്ലൂ പ്രിന്റും പുനരധിവാസ പാക്കേജുമില്ലാതെ ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റും ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ തടയുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണൻ. സെന്റിന് 1 കോടി രൂപ നൽകാതെ ഭൂമി ഏറ്റെടുക്കാൻ അനുവദിക്കില്ല. ക്ഷേത്ര വികസനം ആവശ്യമാണ്, എന്നാൽ തദ്ദേശീയരെ വഴിയാധാരമാക്കിയുള്ള ഒരു വികസനവും വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് കഴിഞ്ഞ ദിവസം ഹിന്ദുവല്ലാത്ത കാശ്മീരി മിഠായി വിതരണം ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ദേവസ്വവും പോലീസും നിലപാട് വ്യക്തമാക്കണം, അല്ലെങ്കിൽ BJP ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര വികസനവുമായി ബന്ധപ്പെട്ട 100 മീറ്റർ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിൽ കടകൾ നഷ്ടപ്പെടുന്ന വ്യാപാരികൾക്ക് അർഹമായ പുനരധിവാസം ഉറപ്പാക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗുരുവായൂർ യൂണിറ്റ് ആവശ്യപ്പെട്ടു. ഭൂമി ഏറ്റെടുക്കൽ മൂലം ക്ഷേത്ര പരിസരത്ത് 150ഓളം വ്യാപാരികളുടെ ജീവിതം വഴിമുട്ടുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇവർക്ക് ക്ഷേത്ര പരിസരത്ത് തന്നെ ബദൽ കടമുറികൾ അനുവദിക്കാൻ ദേവസ്വം ഭരണസമിതി തയ്യാറാകണം. ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും എല്ലാവർക്കും ഗുണകരമായ ഒരു പാക്കേജ് നടപ്പിലാക്കണമെന്നും ഇതിനായി സർക്കാരിന്റെയും നഗരസഭയുടെയും ഇടപെടൽ ആവശ്യമാണെന്നും സംഘടന അറിയിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് CT ഡെന്നിസ്, ജനറൽ സെക്രട്ടറി പുതൂർ രമേഷ് കുമാർ, ട്രഷറർ TK ജേക്കബ്, K. രമേഷ്, വിജയലക്ഷ്മി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പഴയന്നൂർ പൊറ്റയ്ക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റ് ഇടിച്ച് തകർത്തു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വാഹനമോടിച്ചിരുന്ന യുവതി ഉറങ്ങിയതാണ് അപകടത്തിന് കാരണമെന്ന് കരുതുന്നു. പാലക്കാട് കരിങ്ങരപ്പുള്ളി സ്വദേശിനി ശ്രുതിയാണ് കാർ ഓടിച്ചിരുന്നത്. കൊടുങ്ങല്ലൂർ മേത്തല ശ്രീനഗറിൽ വൈദ്യുത ട്രാൻസ്ഫോർമർ കത്തി നശിച്ചു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. കൗൺസിലർമാരായ MK സഹീർ, അഡ്വക്കേറ്റ് CP രമേശൻ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. തീയും ശബ്ദവും ഉയർന്നതിനെ തുടർന്ന് പരിസരവാസികളാണ് അപകട വിവരം ആദ്യമറിഞ്ഞത്. തീപിടുത്തത്തെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. ട്രാൻസ്ഫോർമറും അനുബന്ധ ഉപകരണങ്ങളും പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. അമിത വൈദ്യുതി ഉപഭോഗത്തെ തുടർന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കയ്പമംഗലം ദേശീയപാതയിലെ കാനയുടെയും സർവീസ് റോഡിന്റെയും നിർമ്മാണം പാതിവഴിയിൽ. ദുരിതത്തിലായി യാത്രക്കാർ. 1 മാസത്തോളമായി ഈ മേഖലയിൽ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. എന്നാൽ പണിക്കായി സർവീസ് റോഡിൽ വെച്ച തടസ്സങ്ങളും പാതിവഴിയിൽ പണി നിർത്തിയ കാനയുമാണ് ജനങ്ങൾക്ക് ദുരിതമാവുന്നത്. കയ്പമംഗലം 12 മുതൽ വഴിയമ്പലം വരെയുള്ള ഭാഗങ്ങളിലാണ് പ്രശ്നം. സർവീസ് റോഡിലൂടെ വരേണ്ട ബസ് സർവീസുകൾ 1.5 മാസമായി പാലത്തിന് മുകളിലൂടെ പ്രധാന ഹൈവേയിലൂടെയാണ് പോകുന്നത്. ഇതുമൂലം വിദ്യാർത്ഥികളും പ്രായമായവരും ഉൾപ്പെടെ ഒട്ടേറെ പേരാണ് ബുദ്ധിമുട്ടുന്നത്. കാളമുറി സെന്ററിലെ ബസ് സ്റ്റോപ്പിലെത്തേണ്ട ബസ്സുകൾ കിലോമീറ്ററോളം അകലെയുള്ള സ്റ്റോപ്പുകളിലാണ് വരുന്നത്. ബസ് സർവീസ് ആശ്രയിച്ചു കഴിയുന്ന യാത്രക്കാർ ഇത്രയും ദൂരം നടന്നു വലയുകയാണ്. 1.5 മാസം മുൻപാണ് കാളമുറിയിലെ സർവീസ് റോഡിലൂടെയുള്ള ഗതാഗതം തടഞ്ഞ് സെന്ററിലെ കാനയുടെ പണി ആരംഭിച്ചത്. ഇത് പാതിവഴിയിൽ നിർത്തി പണിക്കാർ പോയതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. കാനമണി പൂർത്തിയാക്കാത്തതിനാൽ സർവീസ് റോഡ് തുറക്കാനാകില്ലെന്നാണ് നിർമ്മാണ കമ്പനി പറയുന്നത്. കാളമുറി സെന്ററിൽ നിന്നും കിഴക്കോട്ടുള്ള റോഡിൽ വെച്ച തടസ്സങ്ങൾ വ്യാപാരികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ചളിങ്ങാട് ഭാഗത്തേക്ക് വലിയ വാഹനങ്ങളൊന്നും തന്നെ കടന്നുപോകാനാകുന്നില്ല. ഇതുവഴി വാഹനങ്ങളും യാത്രക്കാരും വരാതായതോടെ കച്ചവടത്തെയും ബാധിച്ചെന്ന് വ്യാപാരികൾ പറയുന്നു. പനമ്പിക്കുന്നിൽ നിന്നും ആരംഭിക്കുന്ന 3 പീടിക ബൈപ്പാസിലെ കിഴക്ക് ഭാഗത്തെ സർവീസ് റോഡിന്റെ പണിയും പാതിവഴിയിൽ നിർത്തിയ നിലയിലാണ്.
ഇതുമൂലം പടിഞ്ഞാറ് ഭാഗത്തെ ഇടുങ്ങിയ റോഡ് വഴിയാണ് ഇരു ദിശകളിലേക്കുമുള്ള വാഹനങ്ങൾ കടന്നുപോകുന്നത്. ഇവിടെ ഗതാഗതക്കുരുക്കും പതിവായിട്ടുണ്ട്. മഴയ്ക്ക് മുൻപേ കാനയുടെ പണികൾ തീർത്തില്ലെങ്കിൽ സ്ഥിതി കൂടുതൽ രൂക്ഷമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. അതേസമയം തെരഞ്ഞെടുപ്പായതിനാൽ പശ്ചിമ ബംഗാളിൽ നിന്നും മറ്റുമുള്ള തൊഴിലാളികൾ ഒരുമിച്ച് നാട്ടിൽ പോയതാണ് പണികൾ തടസ്സപ്പെടാൻ കാരണമെന്നും ഒരാഴ്ചയ്ക്കകം പണികൾ പുനരാരംഭിക്കുമെന്നും നിർമ്മാണ കമ്പനി അധികൃതർ പറയുന്നു. TCV കയ്പമംഗലം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശുദ്ധി ചടങ്ങുകൾ നടക്കുന്നതിനാൽ മെയ് 1-2 തീയതികളിൽ ദർശനത്തിന് നിയന്ത്രണം ഉണ്ടാകും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം അത്താഴപൂജ കഴിയുന്നതുവരെയാണ് ദർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ സമയത്ത് ഭക്തർക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനം ഉണ്ടാകില്ല. ഗുരുവായൂരപ്പന് മെയ് 1 വൈകുന്നേരവും മെയ് 2 രാവിലെയുമാണ് ശുദ്ധി ചടങ്ങുകൾ. മെയ് 3 അയ്യപ്പസ്വാമിക്കും 4 ഗണപതിക്കും 5 ഭഗവതിക്കും ശുദ്ധി ചടങ്ങുകൾ ഉണ്ടാകും. ഇനി തൃശൂർ പൂരം വിശേഷങ്ങളുമായി പൂരം വരവായി. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം, അങ്കമാലി. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കൽപ്പക വെഡിംഗ് കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം ഏറ്റവും കുറഞ്ഞ വിലകളിൽ. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഓൾ കേരള. നിക്ഷേപങ്ങൾക്ക് കരുതലായി ഞങ്ങളുണ്ട്. 3 പതിറ്റാണ്ടിന്റെ വിശ്വാസ്യത. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ ആൻഡ് തൃപ്രയാർ. ഹാപ്പി മാരേജിന് ഹാപ്പിയായി സ്വർണ്ണമണിയാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാട്, കർണാടക. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. തൃശൂർ പൂരം കോ സ്പോൺസേഡ് ബൈ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനർ ജ്വല്ലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. ഡോപ്പ നീറ്റ് കോച്ചിംഗ് സെന്റർ, ഇന്ത്യസ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഡോക്ടേഴ്സ് നീറ്റ് കോച്ചിംഗ് പ്ലാറ്റ്ഫോം. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. ജോൺസ് ഹോണ്ട, ആലപ്പുഴ, തൃശൂർ. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. KSFE, ഈ നാടിന്റെ ധൈര്യം. KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. എജു യൂണിവേഴ്സ്, 1.5 ലക്ഷം സ്റ്റൈപ്പൻഡോടുകൂടി ജർമ്മനിയിൽ സൗജന്യ പഠനം. ടൂലിപ്സ് ബ്യൂട്ടി സലൂൺ, എവരി ബ്യൂട്ടി സൊല്യൂഷൻസ് അണ്ടർ എ സിംഗിൾ അംബ്രല്ല. വിക്ടറി ITI. അഡ്മിഷൻ തുടരുന്നു. തൃശൂർ, ഇരിങ്ങാലക്കുട, എടപ്പാൾ. ഫാൽക്കൺ മാൾ ഓപ്പണിംഗ് ഓൺ April 25. ഇനി പെരുമ്പിലാവിൽ എല്ലാ ദിവസവും ആഘോഷിക്കാം. തൃശൂർ പൂരത്തിൽ ആനച്ചന്തത്തിന് അഴകു പകരാൻ ആലവട്ട ചാമരങ്ങൾ ഒരുങ്ങുന്നു. പൂരനാളിൽ കരിവീരൻ അഴകേറ്റുന്ന ആലവട്ടത്തിന്റെയും വെഞ്ചാമരത്തിന്റെയും കൈപ്പിഴ കൂടാതെയുള്ള അവസാനവട്ട മിനുക്കുപണിയിലാണ് പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങൾ. അരനൂറ്റാണ്ടിലധികമായി പാറമേക്കാവിനു വേണ്ടി ആലവട്ട ചാമരങ്ങളുടെ അമരസ്ഥാനത്തുള്ളത് ചാത്തനാത്ത് മുരളീധരൻ മാഷാണ്. പാരമ്പര്യം കൈവിടാതെ പുതുമ നിറഞ്ഞ ആലവട്ടങ്ങളാണ് മാഷ് ഓരോ തവണയും പൂരത്തിനായി ഒരുക്കുക. മറ്റ് പലയിടത്തേക്ക് ഞാൻ ആലവട്ടം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും തൃശ്ശൂർ പൂരത്തിൻ്റെ ആലവട്ടത്തിന് എല്ലാ വർഷവും ഓരോ പ്രത്യേകതകൾ ഉണ്ടാകും. അത് കൂടുതൽ ഭംഗി വരുത്തുക എന്നുള്ളതാണ്. അത് അച്ഛൻ്റെ കാലം മുതൽക്കേ അങ്ങനെയാണ്. ഇവിടെ എൻ്റെ കയ്യിലുള്ളത് തിടമ്പേറ്റുന്ന ആനയുടെ ആലവട്ടാണ്. അതിന് നമ്മൾ പ്രമേയമായിട്ട് എടുത്തത് സുദർശന ചക്രം എന്നുള്ള 16 എണ്ണം ഒരു പുറത്തിന്. അങ്ങനെ 4 പുറമാണുള്ളത്. അതിൽ ഇത് ഒരു പുറമാണെങ്കിൽ മറുവശത്ത് രണ്ടാമത്തതാണ്. ഇതെല്ലാം വേറെ വേറെ തുന്നിയിട്ട് വേണം ഈ പിടിയിൽ ഉറപ്പിക്കാൻ. അപ്പോൾ ഇതിൽ 2 പുറമുണ്ട്. അപ്പുറത്തെ കയ്യിൽ പിടിക്കുന്നതിനും 2 പുറം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ 4 പുറവും. അതേപോലെ തന്നെ വട്ടത്തിൻ്റെ കാര്യത്തിലും കുറച്ച് കൂടുതൽ ഉണ്ടാവും. ജോഡി ആലവട്ടങ്ങളാണ് ഒരു വിഭാഗത്തിനുണ്ടാവുക. പൂരത്തിന് 4 മാസം മുൻപേ തന്നെ ആലവട്ട നിർമ്മാണം ആരംഭിക്കും. നടുവിലെ ആനയ്ക്ക് സ്പെഷ്യൽ ആലവട്ടവും ഇടത്തേപ്പറ്റും വലത്തേപ്പറ്റുമുള്ള ആനകൾക്ക് മറ്റാനകളിൽ നിന്നും വ്യത്യസ്തമായുള്ള ആലവട്ടങ്ങളുമാണ് നൽകുക. ആലവട്ടത്തിലെ ചുരുളുകളും അടിപ്പവും വളയങ്ങളുമെല്ലാം മയിൽപീലി തണ്ടുകൊണ്ടാണ് നിർമ്മിക്കുന്നത്. 15 ആനകൾക്ക് 2 എണ്ണം വീതം 30 ആലവട്ടങ്ങൾ ഉണ്ടാവും. തെക്കോട്ടിറക്ക സമയത്ത് 2 വിഭാഗങ്ങളിലുമായി പീലിക്കൺ തുറക്കുക 60 ആലവട്ടങ്ങളാണ്. തിരുവമ്പാടിക്ക് വേണ്ടി കണിമംഗലം സ്വദേശി കടവത്ത് സുജിത്താണ് ആലവട്ട ചാമരങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ചെറുപ്പം മുതലേ അച്ഛനോടൊപ്പം ആലവട്ട ചാമര നിർമ്മാണത്തിൽ സജീവമായിരുന്ന സുജിത്ത് ഇത് 4ാം വർഷമാണ് തിരുവമ്പാടിക്ക് വേണ്ടി ആനച്ചമയ നിർമ്മാണത്തിൽ നേതൃസ്ഥാനം വഹിക്കുന്നത്. പൈതൃകമായി കിട്ടിയ ദൗത്യം ചിട്ട തെറ്റാതെ പുതുമകൾ സമ്മാനിച്ചാണ് ഇത്തവണയും ഒരുക്കിയിട്ടുള്ളത്.
ആലവട്ടം നമ്മൾ ജനുവരി ആദ്യത്തെ ആഴ്ച തുടങ്ങി. അതിപ്പോൾ പണി ഏകദേശം പൂർത്തീകരിച്ചു. വെഞ്ചാമരവും പണികളെല്ലാം പൂർത്തീകരിച്ചു. ഇനി അതിനൊരു സ്വല്പം പണി കൂടി ഉണ്ട്. അതിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതും 2 ദിവസത്തിനുള്ളിൽ തന്നെ കഴിയും. മയിൽപ്പീലിക്കാൽ വർണ്ണശോഭ തീർക്കാൻ ആലവട്ടവും, താളം മുറുകുമ്പോൾ പൂരനിലാവായി മാറാൻ വെഞ്ചാമരവും അണിയറയിൽ തയ്യാർ. ഇനി 4 നാൾ മാത്രം ബാക്കി നിൽക്കെ പൂരനഗരിയെ വർണ്ണശോഭമാക്കാനുള്ള കാത്തിരിപ്പിലാണ്. ക്യാമറാമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം സൂര്യശങ്കരനാരായണൻ, TCV. പൂരത്തിന് തെക്കേ ഗോപുരനട തുറക്കാൻ ഇത്തവണയും എറണാകുളം ശിവകുമാർ. തുടർച്ചയായി 7ാം തവണയാണ് ശിവകുമാറിന് ഈ നിയോഗം. കൊമ്പൻ എറണാകുളം ശിവകുമാർ, അഴകിയ ശിവനെന്ന് വിളിപ്പേര് കൂടിയുള്ള ശിവകുമാറിനെ ഈ ആനയ്ക്ക് ഫാൻസുകാർ നിരവധിയാണ്. കൊമ്പൻ ശിവകുമാറിനെ തൃശ്ശൂർ പൂരത്തിന് താരപരിവേഷം തന്നെയാണ്. പൂരത്തലേന്ന് നെയ്തലക്കാവിലമ്മയുടെ തിടമ്പുമായി തെക്കേ ഗോപുരനട തുറക്കാനുള്ള നിയോഗം ഈ എറണാകുളം ശിവകുമാറിനാണ്. നാട്ടാനച്ചന്തം എന്ന് പറഞ്ഞാൽ എറണാകുളം ശിവകുമാറിന് ശേഷമേ ഉള്ളൂ എന്ന് ആരാധകർ പറയും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ രവീന്ദ്രൻ തന്നെ, അദ്ദേഹം തന്നെ പറയട്ടെ, ശരിയല്ലേ? ദേവസ്വം ബോർഡിൻ്റെ ഒരു അഭിമാനമാണ് എറണാകുളം ശിവകുമാർ ഗജവീരൻ. എറണാകുളം ശിവകുമാറാണ് നെയ്തലക്കാവ് അമ്മയുടെ തിടമ്പേറ്റി 25-ാം തീയതി പൂരത്തലേന്ന് വന്ന് തെക്കേ ഗോപുരനട തുറന്ന് നിലപാട് തറയിൽ വന്ന് പൂര വിളംബരം നടത്തുന്നു. ഒട്ടേറെ ആനകളുണ്ടെങ്കിൽ നാട്ടാനകളിൽ ശിവകുമാറിനൊരു പ്രത്യേക താരപരിവേഷം, അത് ഏറെ കൊല്ലമായി. ഇതിപ്പോൾ 7ാം തവണയാണ് ശിവകുമാർ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പുമായി തെക്കേ ഗോപുരനട തുറക്കുന്നത്, അല്ലേ? എറണാകുളം ശിവകുമാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര ഗംഭീരമായ അല്ലെങ്കിൽ തിരക്കുള്ള സ്ഥലത്ത് പോയാലും അവൻ വളരെ ശാന്തനായിട്ടാണ് പെരുമാറുക. ആ ശാന്ത സ്വഭാവമാണ് എറണാകുളം ശിവകുമാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല, അവൻ്റെ തലയെടുപ്പ് ഇന്ന് കേരളത്തിലുള്ള ഗജവീരന്മാരിൽ വെച്ച് ഏറ്റവും ഉയർന്ന രീതിയിലുള്ള ഒരു ആനയായിട്ട് അല്ലെങ്കിൽ ഒരു ഗജവീരനായിട്ട് എറണാകുളം ശിവകുമാർ നിലനിൽക്കും എന്നുള്ളതാണ്. എന്തായാലും ഇനി കാത്തിരിപ്പിന് അധികമില്ല. ഏത് നീരുകാലത്താണെങ്കിൽ പോലും അതീവ ശാന്തനായുള്ള പെരുമാറ്റം, അതുപോലെ തന്നെ നാട്ടാനകളിലെ സുന്ദരൻ, ആദ്യം പറഞ്ഞതുപോലെ തന്നെ അഴകിയ ശിവൻ തന്നെ. നമുക്കും കാത്തിരിക്കാം ആ പൂരത്തിരക്കിലേക്ക്. എറണാകുളം ശിവകുമാറിനൊപ്പം TCVക്ക് വേണ്ടി ക്യാമറമാൻ സിബി പോട്ടനോടൊപ്പം മുകേഷ് ലാൽ. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം, അങ്കമാലി. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കൽപ്പക വെഡിംഗ് കുന്നംകുളം, കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം, ഏറ്റവും കുറഞ്ഞ വിലകളിൽ. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഓൾ കേരള. നിക്ഷേപങ്ങൾക്ക് കരുതലായി ഞങ്ങളുണ്ട്. 3 പതിറ്റാണ്ടിന്റെ വിശ്വാസ്യത. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ ആൻഡ് തൃപ്രയാർ. ഹാപ്പി മാരേജിന് ഹാപ്പിയായി സ്വർണ്ണമണിയാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാട്, കർണാടക. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. തൃശൂർ പൂരം കോ സ്പോൺസേഡ് ബൈ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനർ ജ്വല്ലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. ഡോപ്പ നീറ്റ് കോച്ചിംഗ് സെന്റർ, ഇന്ത്യസ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഡോക്ടേഴ്സ് നീറ്റ് കോച്ചിംഗ് പ്ലാറ്റ്ഫോം. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. ജോൺസ് ഹോണ്ട, ആലപ്പുഴ, തൃശൂർ. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ, സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. KSFE, ഈ നാടിന്റെ ധൈര്യം. KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. എജു യൂണിവേഴ്സ്, 1.5 ലക്ഷം സ്റ്റൈപ്പൻഡോടുകൂടി ജർമ്മനിയിൽ സൗജന്യ പഠനം. ടൂലിപ്സ് ബ്യൂട്ടി സലൂൺ, എവരി ബ്യൂട്ടി സൊല്യൂഷൻസ് അണ്ടർ എ സിംഗിൾ അംബ്രല്ല. വിക്ടറി ITI, അഡ്മിഷൻ തുടരുന്നു. തൃശൂർ, ഇരിങ്ങാലക്കുട, എടപ്പാൾ. ഫാൽക്കൺ മാൾ ഓപ്പണിംഗ് ഓൺ April 25. ഇനി പെരുമ്പിലാവിൽ എല്ലാ ദിവസവും ആഘോഷിക്കാം. മറ്റു വാർത്തകളിലേക്ക്. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിൽ ഒറ്റയാൾ നാടകമായ പെൺ നടൻ കാണികളുടെ പ്രശംസ പിടിച്ചുപറ്റി. പ്രശസ്ത സിനിമാ നടൻ സന്തോഷ് കീഴാറ്റൂരാണ് പെൺ നടനെ അവതരിപ്പിച്ചത്. ആണൊരാളുടെ നിരവധി സ്ത്രീ കഥാപാത്രങ്ങളെയാണ് പെണ്ണടൻ പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. അരങ്ങിൽ സമ്പന്നനായ നാടക നടൻ ജീവിതത്തിൽ നേരിടുന്ന അവഗണനകളാണ് നാടകം സംവദിക്കുന്നത്. നാടക ചരിത്രത്തിൽ സ്മരിക്കപ്പെടാതെ പോയ ഓച്ചിറ വേലുക്കുട്ടി ആശാൻ എന്ന നടന്റെ ജീവിതകഥയുടെ നേർപകർപ്പാണ് പെണ്ണടൻ. വാസവദത്തയായും ലീലയായും മാതങ്കിയായും പല വേഷങ്ങളിൽ സന്തോഷ് കീഴാറ്റൂർ പകർന്നാടുകയാണ്. ഇങ്ങനെയാടിയ കഥാപാത്രങ്ങളെയാണ്. സ്വന്തം ജീവിതം തിരിച്ചറിഞ്ഞില്ല, സ്വന്തം ജീവിതത്തിലെ കർമ്മകൾ അറിഞ്ഞില്ല,
സ്വന്തം ജീവിതം തിരിച്ചറിയാൻ കഴിയാത്ത വീട്ടിൽ ഓരോ കഥാപാത്രത്തിനും അനുയോജ്യമാകുന്ന വെളിച്ച ക്രമീകരണങ്ങളും പശ്ചാത്തല സംഗീതവും നാടകത്തെ മികവുറ്റതാക്കി. കുമാരനാശാന്റെ കരുണയിലെ വാസവദത്തയായി തകർത്താടിയ നടൻ അവസാനം അരങ്ങിൽ നിന്നും പുറത്താക്കപ്പെടുന്നതും തുടർന്ന് വീട്ടിൽ നിന്നും തള്ളിക്കളയപ്പെടുന്നതുമാണ് നാടകത്തിന്റെ ഇതിവൃത്തം. ഡോക്ടർ NK മധുസൂദനനും ഡോക്ടർ KS പ്രശാന്ത് കൃഷ്ണനുമാണ് സംഗീത സംവിധായകർ. സന്തോഷിന്റെ ഭാര്യ സിനി സന്തോഷ് കോസ്റ്റ്യൂം ഡിസൈനറായും മകൻ +2 വിദ്യാർത്ഥി യദുസാന്ത് ദീപസംവിധായകനായും നാടകത്തോടൊപ്പമുണ്ട്. കലാകാരന്മാർക്ക് പരിചിതമായ സംഘർഷത്തിന്റെ കരുത്തുള്ള ആവിഷ്കാരമായി മാറിയ പെണ്ണടൻ എന്ന നാടകം ഗ്രാമകം നാടകോത്സവ വേദിയെ ധന്യമാക്കിയാണ് വെളിച്ചമണച്ചത്. TCV ന്യൂസ്, എരുമപ്പെട്ടി. സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് വേലൂപ്പാടം പാടശേഖര സമിതിയിലെ കർഷകർ വരന്തരപ്പള്ളി SBI ബാങ്കിന് മുൻപിൽ ധർണ നടത്തി. PRS പ്രകാരം അനുവദിച്ച തുക ബാങ്ക് അധികൃതർ കർഷകർക്ക് നൽകുന്നില്ലെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. വേലൂപ്പാടം, കരയാമ്പാടം സമിതികളിലെ 150ഓളം കർഷകരാണ് 2 മാസത്തോളമായി നെല്ലിന്റെ വില ലഭിക്കാതെ ദുരിതമനുഭവിക്കുന്നത്. SBI വരന്തരപ്പള്ളി ശാഖയിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് കർഷകർ ആരോപിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ TN മുകുന്ദൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പാടശേഖര സമിതി പ്രസിഡന്റ് ഹരിദാസ് കോമത്തുകാട്ടിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K രാജ്കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ സത്താർ, ബിന്ദു പ്രിയൻ, വിജിത ജയദീപൻ, പാടശേഖര സമിതി ഭാരവാഹികളായ ഡേവിസ് തുലാപ്പറമ്പിൽ, പുഷ്പാങ്കദൻ തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി സെയിന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേപ്പിതാവിന്റെ ഊട്ടുതിരുനാളിന്റെ കലവറ സജീവമായി. വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും ആശീർവദിച്ചു നൽകി. ചെത്തുമാങ്ങ അച്ചാർ തയ്യാറാക്കുന്ന ജോലികളാണ് ആദ്യം ആരംഭിച്ചത്. ഇതിനാവശ്യമായ 3000 കിലോ മാങ്ങ ഊട്ടുശാലയിൽ എത്തി. ചോറ്, സാമ്പാർ, ഉപ്പേരി, അച്ചാർ, കാളൻ എന്നിവ അടങ്ങുന്നതാണ് നേർച്ച ഭക്ഷണം. പാവറട്ടി സ്വദേശി സമുദായ മഠത്തിൽ വിജയനാണ് സദ്യയുടെ പ്രധാന ചുമതല. ശനിയാഴ്ച രാവിലെ 10-ന് നൈവേദ്യം പൂജയോടെയാണ് ഊട്ടുഭക്ഷണ ആശീർവാദവും ഭക്ഷണ വിതരണവും നടക്കുക. നേർച്ചയൂട്ട് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിവരെ തുടരും. ശനിയും ഞായറുമായി 2 ലക്ഷത്തോളം പേർ നേർച്ചയൂട്ടിന് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാവറട്ടി തിരുനാൾ സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മതസൗഹാർദ്ദ തിരുനടയ്ക്കൽ മേളം ശനിയാഴ്ച രാത്രി 8-ന് തീർത്ഥകേന്ദ്രത്തിൽ അരങ്ങേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കുറ്റൂർ ദീപക്കും 101 കലാകാരന്മാരുമാണ് മേളം അവതരിപ്പിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ പൽപ്പു ഫൗണ്ടേഷൻ ചെയർമാൻ ഋഷി പൽപ്പു, തിരുനാൾ സൗഹൃദവേദി പ്രസിഡന്റ് AT ആന്റോ, സെക്രട്ടറി സുബിരാജ് തോമസ്, കൺവീനർ NJ ലിയോ, ട്രഷറർ ജെറോം ബാബു എന്നിവർ പങ്കെടുത്തു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ഘാതകരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പട്ടികജാതി വർഗ സംഘടനകളും മനുഷ്യാവകാശ പ്രവർത്തകരും ചാലക്കുടിയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. പ്രതിഷേധ യോഗം ദളിത് സംഘടനാ പ്രവർത്തകൻ മനോജ് കൊടുങ്ങല്ലൂർ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ PM പുഷ്പാങ്കദൻ അധ്യക്ഷത വഹിച്ചു. NT വേലായുധൻ, PK കുട്ടൻ, അഡ്വക്കേറ്റ് നാരായണൻ, വേണു കണ്ഠരുമഠത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ പവലിയൻ പൂരം പ്രദർശന നഗരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. അതോറിറ്റി ചെയർമാൻ കൂടിയായ പ്രിൻസിപ്പാൾ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് PS ശശികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അതോറിറ്റി സെക്രട്ടറിയും ഫസ്റ്റ് അഡീഷണൽ സബ് ജഡ്ജുമായ TK മമത, പൂരം എക്സിബിഷൻ കമ്മിറ്റി ഭാരവാഹികൾ, ജീവനക്കാർ, മീഡിയേറ്റേഴ്സ്, പാനൽ ലോയേഴ്സ്, പാരാലീഗൽ വളണ്ടിയേഴ്സ് എന്നിവർ പങ്കെടുത്തു. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ പവലിയനിൽ അഭിഭാഷകരുടെ സേവനം ലഭ്യമാണ്. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,075 രൂപ, പവന് 1,12,600 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വെടിക്കെട്ട് ഒഴിവാക്കി ആചാരാനുഷ്ഠാന പ്രകാരമുള്ള എല്ലാ ചടങ്ങുകളോടെയും തൃശൂർ പൂരം നടക്കും. കുടമാറ്റം 15 മിനിറ്റ് മാത്രം. എലിഞ്ഞത്തറ മേളവും മഠത്തിൽ വരവും പതിവ് പോലെ.
മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ കാണാതായ തൃശൂർ കോട്ടപ്പുറം സ്വദേശി ഗിരീഷിന്റെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. ദുരന്തത്തിൽ മരണം 15ആയി. ഇനി കണ്ടെത്താനുള്ളത് 3 പേരെ. കോടാലി കടമ്പോട് പാമ്പ് കടിയേറ്റ് മരിച്ച ആൽജോയുടെ വീട്ടിലെ കിടപ്പുമുറിയിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തി. ചികിത്സയിലുള്ള സഹോദരൻ അനോഷിന്റെ ആരോഗ്യനിലയിൽ കൂടുതൽ പുരോഗതി. കുട്ടിക്ക് സ്വയം ഭക്ഷണം കഴിക്കാനും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും സാധിക്കുന്നുണ്ടെന്ന് ആശുപത്രി അധികൃതർ. തൃശൂർ ശക്തൻ നഗറിൽ പൊളിച്ചു നീക്കിയ മീഡിയനുകൾ പുനഃസ്ഥാപിച്ച് LDF കൗൺസിലർമാർ. സ്വകാര്യ ബസ്സുടമകളിൽ നിന്ന് പണം വാങ്ങിയാണ് മീഡിയനുകൾ പൊളിച്ചു നീക്കാൻ മേയർ നടപടിയെടുത്തതെന്ന് പ്രതിപക്ഷം. താൽക്കാലിക നടപടി മാത്രമെന്ന് കോർപ്പറേഷൻ അധികൃതർ. നടി ആക്രമിക്കപ്പെട്ട കേസിലെ ജഡ്ജി ഹണിയം വർഗീസിനെതിരെ അതിജീവിത. ഹണിയം വർഗീസിന് ഹൈക്കോടതി ജഡ്ജിയായി സ്ഥാനക്കയറ്റം നൽകരുതെന്ന് ആവശ്യം. രാഷ്ട്രപതിക്കും സുപ്രീം കോടതി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർക്കും കത്തയച്ചു. തൃശൂർ ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജില്ലയിൽ 40 ഡിഗ്രിക്ക് മുകളിൽ താപനില ഉയരുമെന്ന് മുന്നറിയിപ്പ്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.